പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, ബുഖാരിയിൽ പിന്നെ ബുദ്ധിക്കെതിരായ ഹദീസുകളുണ്ട്. ബുദ്ധിക്കെതിരായ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. നമ്മൾ ആരെ ബുദ്ധിയെ കണക്കിലെടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ച കാര്യങ്ങളെ നമ്മുടെ ചിന്താശേഷി വെച്ചുകൊണ്ട് എങ്ങനെ അത് ബുദ്ധിക്കെതിരാന്ന് പറയാ? മനുഷ്യന്റെ കർണപുടത്തിനും മനുഷ്യന്റെ ശ്രവണശേഷിക്കും പരിധിയുണ്ട് എന്നതുപോലെ അവന്റെ ചിന്താശക്തിക്കും ചിന്താശേഷിക്കും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമുള്ള ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞു എന്ന് വരാം. അത് ബുദ്ധിക്കെതിരല്ല. മനുഷ്യന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളാമെന്നില്ല, പ്രത്യക്ഷത്തിൽ അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളാമെന്നില്ല. ബുദ്ധിക്കെതിരായ ഒരു കാര്യവും അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വ്യക്തമായ ബുദ്ധിക്ക് ഒരിക്കലും സ്വഹീഹായ ഹദീസ് എതിരാവൂല. സ്വഹീഹായ ഹദീസിന് ഒരിക്കലും വ്യക്തമായ ബുദ്ധി എതിരാവൂല എന്ന് പറഞ്ഞെന്താ? അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ബുദ്ധിക്കെതിരാന്ന് വല്ലവരും പറഞ്ഞ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ്. ഹദീസ് മുമ്പിൽ വെച്ചിട്ട് ഇത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, ഹദീസിനല്ല തകരാറുള്ളത് എന്നാ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അവരും ഹദീസ് കണ്ടവരല്ലേ, അവരും ഇമാം ബുഖാരിയുടെ കിതാബുകൾ ചർച്ച ചെയ്തവരല്ലേ, അവരും ഹദീസുകളെ കുറിച്ച് പഠനം നടത്തിയവരല്ലേ. ഇനി നമ്മൾ ഖുർആൻ എടുക്കുക. ഖുർആനിൽ എത്ര വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല പറയുന്നത്. അതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച് ഉൾക്കൊണ്ടിട്ടാണോ സ്വീകരിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ കൈഫ തുഹ്യിൽ മൗത, നീ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹ് തിരിച്ചു ചോദിക്കുകയാണ്, അവലം തൂമിൻ, എന്താ ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഇബ്രാഹിം നബി തിരിച്ചു പറയാണ്, വിശ്വാസമുണ്ട്, പക്ഷേ വലാകിൽ യത്മഇന്ന ഖൽബി, മനസ്സിനൊരു സമാധാനം ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആയത്താണല്ലോ. ഇത് ഹദീസ് ആണെങ്കിൽ ബുഖാരിയിലാണെങ്കിൽ എന്താ ഉണ്ടാകുക? കണ്ടോ, ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഹദീസ്. വാറോല അങ്ങനെയല്ലേ പറയാ? ഖുർആനിലെ ആയതുകൊണ്ട് രക്ഷപ്പെടുന്നു, അതിന് മറുപടി വരേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം നബി പറയാണ് എന്റെ കൽബിന് സ്തുമഇനത്ത് കിട്ടാനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു എന്ത്? ഖുദ് അർബഅത മിനത് ത്വയ്ർ, ഒരു 4 പക്ഷികളെ പിടിക്കുക, എന്നിട്ട് ഓരോന്നിനും കഷ്ണമാക്കിയിട്ട് വ്യത്യസ്ത മലകളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഇബ്രാഹിം നബി അതേപോലെ ചെയ്തു. അവിടെ ഒരു കാല്, ഇവിടെ ഒരു തല, ഇവിടെ ചിറക്, ഓരോ ഭാഗത്തും വേറെ വേറെ വെച്ച് അള്ളാഹ് പറയാ സുമ്മദുഉഹുന്ന, ഞാൻ പക്ഷിനെ വിളിച്ചോന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി പക്ഷിനെ വിളിച്ചാപ്പണ്ട് അവിടുന്ന് കയ്യും ഇവിടുന്ന് കാലും ഇവിടുന്ന് ചിറകൊപ്പാടെ വന്ന് കൂടിയിട്ട് പക്ഷിയായിട്ട് ഇബ്രാഹിം നബിന്റെ മുമ്പ് പാറി ഇങ്ങനെ വന്ന് അള്ളാഹ് പറയാ കദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക. അപ്പൊ മനസ്സിലായോ? ഇത് ഹദീസാണെങ്കിലോ എന്തൊക്കെയാ പറയാം, എന്തൊക്കെ പൊട്ടത്തര വിളിച്ച് പിന്നെ പറയാം. അപ്പൊ അവിടെ ഇതിപ്പോ എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് ആണ് ഉറപ്പിച്ചിട്ടാണ് വിശ്വസിക്കുന്നത്? ഞാൻ എൻ്റെ അർത്ഥം ഖുർആനിലെ ബുദ്ധിക്ക് എതിരുണ്ടെന്നല്ല, റബ്ബിന്റെ മഹത്തായ വലിയ ഖുദ്റത്തും കഴിവുമാണ്. അത് ചിലത് ഖുർആനിൽ കാണിച്ച് പഠിപ്പിച്ചു തരും, ചിലത് ഹദീസിൽ പഠിപ്പിച്ചു തരും. രണ്ടിന്റെയും ഉത്ഭവം ഒന്നിൽ നിന്ന് തന്നെയാണ്, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, വമിസ്ലഹു മഅഹു, അതേപോലെ വേറൊന്നുണ്ട് എന്നാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഹദീസ്. അപ്പൊ ബുദ്ധിക്കെതിരായ ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിമർശിക്കേണ്ട ആവശ്യമില്ല.